ഫാമിലി, ഇത് നമ്മളുടെ മുകൾ ഭാഗമാണ്. അതായത് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയും. അപ്പോൾ ഇവിടെ നിങ്ങൾ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, ഇവിടെ ഒരു അലമാര പുതിയത് വന്നിട്ടുണ്ട്. പുതിയ ന്യൂജൻ ടീമുകളൊക്കെ പറയുന്നത് വാഡ്രോബ് എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. വാഡ്രോബ് എന്ന് പറയാൻ പറ്റില്ല, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ് അലമാര പോലെ. എനിക്കൊന്ന് വാഡ്രോബ് എന്ന് പറയുന്നത് ഈ ഭിത്തിയോട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതിന് വാഡ്രോബ് എന്നും ഇതിനെ അലമാരയെന്നല്ലേ പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അതായത് ഇതെൻ്റെ സാരികളാണ് കേട്ടോ. ഇതുകൊണ്ട് മടക്കി ഇങ്ങോട്ട് വെച്ച്, കാരണം കുന്നുകൂടി പല 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 സ്ഥലത്തായിരുന്നു. അപ്പോൾ കുറച്ച് സാരികൾ ഇതിലേക്കൊന്ന് ഓർഡർ ചെയ്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തത് ഉച്ചപ്രസവമൊക്കെ കഴിഞ്ഞു അങ്ങനെ കിടക്കണം. അപ്പോൾ കുറച്ച് അലങ്കോലമായിട്ടാണ് ഈ മേളിൽ കിടക്കുന്നത്. ഈ ഒരു വാഡ്രോബിൻ്റെ ലിങ്ക്, അലമാരയുടെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ഒരു 3000-4000 രൂപ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെയൊക്കെ കുറച്ച് ദിവസമായി വന്നിരിക്കണത്. ഇതേ ഇവിടെ ഇങ്ങനെ 2 സ്പേസ് ഉണ്ട്. പിന്നെ നമുക്കിങ്ങനെ അടച്ചിട്ട് ലോക്ക് ചെയ്യാനൊരു ഇതുണ്ട്. ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇപ്പോൾ ഒരു അലമാര വേണം, എന്നാൽ കുറച്ച് ഭംഗിയുള്ളത് വേണം എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ വാങ്ങിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചവിട്ടി പൊളിച്ച് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സാരിയൊക്കെ വല്ലപ്പോഴൊക്കെ അല്ലേ എടുക്കുള്ളൂ. ഈ അലമാര ധാരാളമാണ്. അപ്പം നമുക്ക് നമ്മുടെ സാരി കളക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ സാരി. ഇതിൻ്റെ സാരി ഫോളൊക്കെ ഒന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഈ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് മഞ്ഞ ചേരില്ല എന്ന് ഉള്ള ധാരണയുള്ളവർക്ക് ഗോൾഡൻ മഞ്ഞ ചേരും, ഗോൾഡൻ യെല്ലോ. ഇതിനൊരു റാണി പിങ്ക് ഒക്കെയാണ് ഇതിന്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സാരി ബ്ലൗസും അല്ല സാരി ഫോളൊക്കെ, എല്ലാ സാരിക്കും എനിക്ക് സാരി ഫോളാണ്. സാരി ഫോളൊക്കെ പിടിപ്പിക്കാത്ത സാധനങ്ങളുണ്ടല്ലോ പുതിയത് വന്നതൊക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ അങ്ങ് അടക്കാം എന്ന് കരുതുന്നു. കോട്ടൺ സാരികളൊക്കെ വേറെ സ്ഥലത്തും അങ്ങനെ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഓർഗൻസൊക്കെ ഇഷ്ടമുള്ളവരുണ്ടല്ലോ, ചെറിയ ഗ്ലോയൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഇതാണ്. ഞാനിപ്പോൾ വാങ്ങിച്ച സാരികളെല്ലാം ഉണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്കിൻ ടോൺ എന്ന് പറഞ്ഞ ഒരു മീഡിയം സ്കിൻ ടോണാണ്. അതിനൊക്കെ പറ്റുന്ന സാരികളാണ്. അപ്പം പറയും ഈ സാറാമ്മയ്ക്ക് അത്ര വലിയ കോംപ്ലക്സ് ഒന്നും ഇല്ലാത്ത ആളാണല്ലോ, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളാണ് ഈ കളറിനെ കുറിച്ചൊക്കെ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ചേരുന്നത് എന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമുക്കിവിടെ കംപ്ലീറ്റ് കോട്ടൺ സാരി അടക്കാം കേട്ടോ, അടക്കി പറക്കാം. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫേവറേറ്റ് സാരികളൊക്കെ വരുമ്പോൾ പറയാം കേട്ടോ. ഈ സാരി റീൽസിൽ കണ്ടിട്ടുണ്ടാവും. ഈ നേവി ബ്ലൂവിൽ ഇങ്ങനെ പൊന്മാൻ നീല വരുന്ന കോമ്പിനേഷനൊക്കെ എടുത്തോളൂ കേട്ടോ, അടിപൊളിയാണ് അങ്ങനെയുള്ള കോമ്പിനേഷൻ. ഞാൻ കുറച്ച് കോമ്പിനേഷനൊക്കെ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഒഴുകി കിടക്കുന്ന പോലത്തെ ജോർജറ്റാണ്, എന്നാൽ കുറച്ച് എന്തൊക്കെയോ എന്താ പറയുക, ചെറിയ ചുക്കിൻ ചുളിവൊക്കെ ഉള്ളതാണ്. അത് അതിൻ്റെ മെറ്റീരിയൽ എന്താണെന്ന് എനിക്കറിയത്തില്ലടാ. അപ്പോൾ ആ സാരികൾ നമുക്ക് താഴെ വെക്കാം. പിന്നെ കോട്ടാഡോറിയ എന്ന് പറയുന്നൊരു മെറ്റീരിയലാണിത്. പിന്നെ ബ്ലൗസ് തയ്ച്ചിട്ടില്ല. കോട്ടാഡോറിയ മെറ്റീരിയൽ അറിയാത്തവർക്ക് കാണിക്കാനായിട്ടാ. ഒട്ടും കട്ടി ഉണ്ടാവില്ല, പക്ഷെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് സാരി എങ്ങനെ ഉടുക്കാമെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ബ്ലൗസൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അല്ല ട്രാൻസ്പെറൻസി കുഴപ്പമില്ലാത്തൊരു കുഴപ്പമില്ല കേട്ടോ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ സാരി ഫോള് ഞാൻ പിടിപ്പിച്ചിട്ടില്ല, അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കും. പക്ഷേ നിങ്ങൾ പറഞ്ഞ് തന്നെ സാറാമ്മയെ വെച്ച സ്ഥലമൊക്കെ മാറിപ്പോയല്ലോ എന്ന്. ഇതൊരു സെറ്റ് സാരിയൊക്കെ ഇല്ലേ, അതിൽ തന്നെ അവരുടെ പേജ് ഇപ്പം അങ്ങനെ കാണാറില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇത് ഉടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഞാൻ ഉടുത്തിട്ടില്ല എന്ന് എനിക്കറിയത്തില്ലടാ. പക്ഷെ നല്ല രസമുള്ള സാരിയാണ് കേട്ടോ. ഈ സെറ്റ് സാരിയൊക്കെ ഇല്ലേ, ഓണം ആ സമയത്ത് മേടിച്ചതാണ്. പക്ഷേ ഞാൻ ഉടുത്തിട്ടില്ല. ആ സമയത്ത് 1-2 സാരി മേടിച്ചു, അഹങ്കാരി ഉടുത്തില്ല. അപ്പോൾ ഇതുങ്ങളെ ഈ സെറ്റ് സാരി ടീമുകളൊക്കെ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് വെക്കാം. ബാക്കി എൻ്റെ ഫേവറേറ്റ് സാരികളൊക്കെ കാണിച്ചു തരട്ടെ. ചുമ്മാ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ കഥ പറഞ്ഞു പോവാവേ. പിന്നെ ഈ അടുത്ത ഞാൻ ഈ സാരിയുടെ ഇതൊക്കെ ഇടാറുണ്ട്. ഇത് ഒരു ഖാദി കോട്ടൺ കാറ്റഗറിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, കണ്ടോ, കാണാൻ പറ്റണ്ട, ഇങ്ങനത്തെ ഒരു വലിയ ഫ്ലവറാണ് മൊത്തം വന്നേക്കണത്. ഇത് ഈ പറഞ്ഞവരെ ഹാൻഡ് ബിഗ് ബൈ സാറ എന്ന് പറയുന്ന പേജ് ഉണ്ടെങ്കിലും അതിൽ ഡെയിലി അപ്ലോഡ് ഇല്ല. വാട്സാപ്പ് വഴിയാണ് കൂടുതൽ ഓർഡർ തന്നെ കേട്ടോ.
ഇതും നല്ല കോട്ടൺ സാരിയാണ്. ഇതൊക്കെ ഓർഡർ തന്നോട്ടാ. ഇതൊക്കെ എനിക്കൊരു പ്രശ്നം ഉണ്ടല്ലോടാ. ഞാൻ ഈ കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ തന്നെ മേടിച്ചു കൊടുക്കത്തുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം എങ്ങനെ കോട്ടൺ സാരികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ബ്ലൗസ് തയ്ച്ചതാണ് കേട്ടോ. അപ്പോൾ കോട്ടൺ സാരികളൊക്കെ നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ. വേഗം വേഗം പണി ചെയ്യട്ടെ. ഇതാണ് ലിനൻ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ. കണ്ടോ, അതായത് ഇങ്ങനെ തുളുമ്പി കിടക്കുകയും ചെയ്യും, എന്നൊരുപാട് കട്ടി കുറവല്ല, എന്നാൽ നമുക്ക് ഉടുക്കാൻ ഏതൊരു ക്ലൈമറ്റിലും ഉടുക്കാൻ പറ്റിയതാണ്. പക്ഷേ ഇത് എനിക്കൊരുപാടുണ്ട്. ഇത് പുതിയതായിട്ട് വന്നതാണ്. ഇതിൻ്റെയൊക്കെ സാരി ഫോള് പിടിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പുറത്തേക്ക് വെക്കാം. ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. വേണ്ടവരൊക്കെ എനിക്ക് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സാരികളുടെ ഇതൊക്കെ അയച്ചു തരാം. എല്ലാ സാരിയും എൻ്റെ കയ്യിലുള്ളത് ചോദിക്കരുത് കേട്ടോ. ദേ ഇത് നമ്മുടെ അറിയാലോ, ഓണത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഇതെന്തേതിൻ്റെ ബാക്കി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരിയാണ് ഇത്. പലരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നോട് വന്ന് സാറാമ്മ എത്ര രൂപക്കാണിത് വിൽക്കുന്നേ എന്നൊക്കെ ഒന്ന് ചോദിക്കണമായിരുന്നു. മനസ്സിലായോ? ഞാനൊരു റീസെല്ലിംഗ് ആണ് എന്ന് പേരെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുത്ത് തരാനാണ് ഉദ്ദേശിച്ചത്. അതായത് എനിക്ക് നിങ്ങളെയാണ് വേണ്ടത്, ലാഭമല്ല. തൽക്കാലത്തേക്ക് എനിക്ക് ലാഭം വേണ്ട. അതുകൊണ്ട് എനിക്ക് വിശ്വസ്തരായ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഞാൻ എടുത്തു തരും. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന കസ്റ്റമറേയും ഞാൻ എടുക്കുന്ന പ്രൊഡക്റ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ നിന്ന് വില കൂട്ടിയാലും സാറാമ്മ എത്ര രൂപ വില കൂട്ടി എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓ, ഈ സാരി എനിക്ക് അന്ന് ഡയറക്റ്റ് എടുത്തത് ഇത്ര രൂപക്കാണ്, സാറാമ്മ ദേ ഇപ്പോൾ ഇത്രേ കൂട്ടിയിട്ടുള്ളൂ, ഇത്ര ലാഭം സാറാമ്മ എടുത്തിട്ടുള്ളൂ എന്നൊരു ധാരണ നിങ്ങൾക്ക് വരില്ലേ? അപ്പം അതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന കച്ചവടം. കുഴപ്പമില്ല കേട്ടോ, എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ മേടിക്കുന്ന ഒരു 10-40 പേരുണ്ട്. അതായത് ഈ 10-40 പേരും എനിക്ക് തോന്നുന്നു മിനിമം ഒരു 5 സാരിയെങ്കിലും എടുത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അതൊരു സന്തോഷമല്ലേ? ഒരു 40 സ്ഥിരം കസ്റ്റമറെ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അവർക്കറിയാം ഇപ്പം എനിക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ ദേ ഇതൊക്കെ കാതിക്കോട്ടെ നല്ല സുഖമുള്ള സാരികളാണ് കേട്ടോ. ഉടുക്കാൻ നല്ല സുഖമാണ്, എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം. അപ്പോൾ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ പിടിക്കും. ധൃതിയുള്ള ആൾക്കാർ ഓർഡർ ചെയ്യരുത്. പിന്നീട് നമ്മളിങ്ങനെ കസ്റ്റമേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ ബൾക്കായിട്ട് ഓർഡർ എടുത്ത് വെക്കും. ദേ ഒറിജിനൽ ആണ് ഇത്. മറ്റേ എന്താ ഇവിടെ മോഡൽ സിൽക്ക് കേട്ടോ. ഇപ്പം വരുന്നതൊക്കെ ഒറിജിനൽ മോഡൽ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് സെയിൽ ചെയ്യുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ചുമ്മാ ക്രേപ്പ് സിൽക്ക് അല്ലെങ്കിൽ സാറ്റൻ സിൽക്കൊക്കെ. ഈ മോഡൽ സിൽക്കിന് ഒരു വെൽവെറ്റ് ഫിനിഷിങ് ഫീൽ ചെയ്യും. നല്ല കളറുകളാണെങ്കിലും ഭയങ്കര ഡാർക്കായിരിക്കും. പിന്നെയെന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് ഏകദേശം എനിക്കൊരു 8000 രൂപ എടുത്തിട്ടോ. അതായത് മോഡൽ സിൽക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ഞാൻ എടുത്തതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വേഗം വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മളിത് 1 മീറ്ററിനെ കണ്ടും 100 രൂപയെ. അങ്ങനെ ഞാനൊരു 6 മീറ്റർ എടുത്തിട്ട് ചുമ്മാ ഡിസൈൻ ചെയ്തെടുത്ത സാരിയാണ്. ഇതിന് ഏതെങ്കിലുമൊക്കെ ബ്ലൗസ് എടുത്ത് ഉപയോഗിക്കാന്നേ കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കഥകൾ പറയാം. പിന്നെ അറിയാലോ, ഇതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മൽക്കോട്ടനാണ് ഈ ഞാനിത് അഴിക്കണില്ല കേട്ടോ. എനിക്ക് അഴിച്ചപ്പോൾ ഭയങ്കര പണിയാണ്. പിന്നില്ലേ, ഞാൻ സാരിക്കൊക്കെ ചെയ്യുന്ന ടിപ്പുകൾ പറഞ്ഞുതരാം. സാരിക്ക് ഏത് സാരി മേടിച്ചു കഴിഞ്ഞാലും നമ്മളെ ഞൊറി പ്ലീറ്റ്സ് എന്നൊക്കെ പറയും. എവിടെ? താഴെയുള്ള പ്ലീറ്റ്സ്, ഈ താഴെ കൊടുക്കുന്ന പ്ലീറ്റ്സ് മിനിമം ഒരു 6 എണ്ണമെങ്കിലും എടുത്താലേ ആ സാരിക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ എടുക്കാൻ പറ്റും? ഒന്നുകിൽ ബ്ലൗസ് പീസ് കട്ട് ചെയ്യാത്ത സാരികളൊക്കെ ആണെങ്കിൽ അതിന് കിട്ടും. അല്ലാത്തതാണെങ്കിൽ ഒരു 1/2 മീറ്റർ എങ്കിലും മിനിമം. നല്ല സാരിയാണിട്ടത്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ പോയിട്ടുള്ളതാ മുമ്പേ. പക്ഷെ ഇതെനിക്ക് ഇപ്പോഴും കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലൊക്കെ ഞാൻ മേടിച്ചു തരാം. അപ്പോൾ പറഞ്ഞു വന്നത് എക്സ്റ്റൻഷൻ, അതായത് സാരിയുടെ കുത്തണ വശത്ത് കുറച്ച് തുണി പിടിപ്പിക്കണം. അയ്യടാ, ഇതെൻ്റെ അന്നാമ്മയുടെ കണ്ടോ, രാധാകൃഷ്ണയില്ലേ നമ്മുടെ എറണാകുളത്ത്, നല്ലൊരു സാരിയാണ്. അന്നാമ്മയുടെ എന്താ പറയുക, മാമോദിസക്ക് ഞാൻ എടുത്തതാണ് ഈ സാരി. അന്ന് ഒരു 3000 സംതിങ് എങ്ങാണ്ട്. എനിക്ക് ഇങ്ങനെയുള്ള സാരിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അങ്ങനെ എടുത്താണ്.
ഇനി വേഗം വേഗം വെക്കട്ടെ, അതിൻ്റെ ഇടയ്ക്കതുള്ള കഥകൾ പറയാം. ഈ സാരി കിയ കാരൻസ് എടുത്ത സമയത്ത്, അപ്പോൾ കിയ കാരൻസ് എടുക്കുന്നത് 2024 ഒക്ടോബറിലാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വേറെ ഏതൊരു വണ്ടിയുടെ എൻക്വയറി, വേറൊരു സംഭവത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം കസ്റ്റമർ എന്ന കാറ്റഗറിയിലേക്ക് മാറി. അത് റെഡി ക്യാഷ് കിയ കാരൻസ് ആ സമയത്ത് എടുത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവരൊരു പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സാധാരണ കോട്ടൺ സാരി കൊടുത്തത്, പക്ഷേ സാധാരണ കോട്ടൺ സാരി ആണെങ്കിലും നമ്മളതിൻ്റെ ബ്ലൗസിനൊക്കെ ഒരു നല്ല രീതിയിൽ മാറ്റം വരുത്തി കൊടുത്തു. അന്ന് ആ പ്രോഗ്രാമിന് കൊടുത്തിട്ട് പിന്നെ കൊടുത്തിട്ടില്ല. ഈ സാരി ഒരു ഓർഗൻസ, ഇത് സാരി അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റീരിയൽ എടുത്തിട്ട് ഡൈ ചെയ്ത് ഈ കളറിൽ. കാരണം ഇത് ആഷിമയിൽ ഞാൻ സാരി എടുക്കാറുണ്ട്, ആഷിമയിൽ നിന്ന്. അപ്പോൾ അവരുടെ അവിടെ 9,000 രൂപ ഈ സാരിക്ക് കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ അങ്ങ് ചെയ്തടാ ഈ സാരിയൊക്കെ. നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ചില സാരികളൊക്കെ ഇങ്ങനെ തുണി മുറിച്ച് പിടിച്ചിട്ട് നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു, അത് തന്നെ സാരി കുത്തണ വശത്ത് കുറച്ച് എക്സ്റ്റൻഷനൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാരിക്ക് കുറേ പ്ലീറ്റ്സൊക്കെ കിട്ടും. കഥകളൊക്കെ പറയുന്നൊരു കൂട്ടത്തിൽ വേഗം വേഗം എടുത്തു നോക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കഥകളുള്ള സാരി ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഈ സാരി എന്ന് പറയുന്ന മെറ്റീരിയൽ ഇത് ടിഷ്യൂ കോട്ടൺ ആണ്. ഭയങ്കര തിളക്കവുമില്ല, നല്ല അടിപൊളിയായിട്ട് ഉടുക്കാൻ പറ്റുന്നൊരു സാരി. ഒതുങ്ങിക്കിടക്കും, നമ്മളുടെ കയ്യിലിരിപ്പോലെ ഇരിക്കും. പാർട്ടി വെയർ ആക്കോ ആക്കാതിരിക്കുകയോ. ഞാനപ്പോൾ ഇതിന് ഒരു ബ്ലാക്ക് ബ്ലൗസാണ്, ബ്ലാക്ക് ഫ്ലവർ ആയതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക് ബ്ലൗസ് ഇടാൻ പറ്റുന്നത്. അത് ഞാൻ കുറച്ചൊരു പാറ്റേൺ ബ്ലൗസാണ്, ഈ ഡബ്ല്യു നെക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ടൈപ്പ്, ഞാനിട്ട പേരാണെന്ന് തോന്നുന്നത് ഡബ്ല്യു നെക്ക്. അങ്ങനെ ഒരു ഇച്ചിരി മോഡലായിട്ടുള്ളൊരു ബ്ലൗസ് തയ്ച്ചു. അപ്പോൾ ഈ സാരിയും നല്ലതാണ്. അതായത് എൻ്റെ അടുത്തുണ്ട് കേട്ടോ ഇതിൻ്റെ പല കളേഴ്സ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ഉള്ളത്, എന്നാൽ ഭയങ്കര തിളക്കവും ഇല്ല, നല്ല അടിപൊളി സാരിയാണ് കേട്ടോ അത്. ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. പണ്ടൊക്കെ ബംഗാൾ കോട്ടൺ എന്ന് പറഞ്ഞിറങ്ങും. അതായത് നമ്മൾ ഈ പണ്ടൊക്കെ കഞ്ഞി മുക്കി ഇച്ചിരി സ്റ്റിഫായിരിക്കും, വേണമെങ്കിൽ നമുക്കത് വാഷ് ചെയ്ത് വേണമെങ്കിൽ തളർത്തുകയും ചെയ്യാം. നല്ല രീതിയിൽ പിൻ ചെയ്ത് നല്ല വട്ടി പോലെയൊക്കെ മുമ്പൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട സാരിയാണ് ബംഗാൾ കോട്ടൺ എന്ന് പറയും. എനിക്ക് തോന്നുന്നത് അത് ഉപയോഗിച്ചവർ പിന്നെ അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ എക്സ് നാത്തൂനൊക്കെ ഇതിൻ്റെ ഫാനാണ്. അപ്പോൾ ഇതും നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. പിന്നെ ഇപ്പൊ കയറി വരുന്നൊരു സാധനമാണ് ഇത്. ഇങ്ങനത്തെ ഒരു ചെക്ക് സാരികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ടോ? ഈ തുണി എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആണ്, ഒരു ലിനൻ മിക്സഡ്, കോട്ടൺ മിക്സഡ് എന്നൊക്കെ പറയാം. പക്ഷെ വരുന്ന ഡിസൈൻസ് ഒക്കെ അടിപൊളിയാണ്. ഇതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ സാരി 2-3 എങ്ങനെ പോയിട്ടുള്ളൂ കേട്ടോ എൻ്റെ അടുത്തുനിന്ന്. പക്ഷെ ഞാൻ ഒരെണ്ണം എടുത്തതാണ്, എടുക്കുമോ പിന്നെ ബ്ലാക്കും വൈറ്റും വരുമല്ലോ. അപ്പം ഇതിന് ഈ ബ്ലൗസൊക്കെ തയ്ച്ച് എനിക്ക് വീഡിയോ ചെയ്യണം, അല്ലാതെ ഞാൻ ഇട്ട സാരി തേച്ച് മടക്കി വിൽക്കാൻ പറ്റുമോ? പറ്റൂല. ഞാൻ നേരത്തെ ഒരു സെറ്റ് സാരി പോലത്തെ സാരി എന്ന് പറഞ്ഞ് വെച്ചില്ലേ, ആ സമയത്ത് എടുത്തതാണ് ഇതും. ഇത് ഈ പറഞ്ഞ പോലെ 2000 ഇതൊക്കെ അവർ എന്തോ പ്രിന്റ് ചെയ്തതാണ്. ഇങ്ങനെ കസവ് സാരിയുടെ എടുത്തിട്ട് അവർ പ്രിന്റ് ചെയ്തു, സൈഡിൽ ബോർഡറൊക്കെ പിടിപ്പിച്ചു. 2021-20 ആ സമയത്ത് ഉടുത്തിട്ടുണ്ട് കേട്ടോ ഈ സാരി. ഒരു തവണ ഓണത്തിന് ഉടുത്തതാണേ. ഇത് കണ്ടോ, ഇത് നെറ്റാണ് കേട്ടോ. നെറ്റ് ഞാൻ റോൾ ചെയ്ത് മേടിച്ച് നെറ്റാണ്. അപ്പോൾ എനിക്കും ഇതെങ്ങനെ സാറാമ്മയും സാരിയായിട്ട് കൊടുക്കണേത്. ഞാനപ്പോൾ അതിൻ്റെ ബ്ലൗസ് ഇല്ലേ ഇതുപോലെ നെക്കാണ് കേട്ടോ, ഇതുപോലത്തെ നെക്ക് റെഡിൽ ക്ലോസ് ചെയ്ത്, ഒരുപാട് വൾഗാരിറ്റി വരരുത്, ഇച്ചിരി ഇറക്കത്തിൽ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊക്കളിൽ തൊട്ട് താഴെയൊന്നും അപ്പോൾ സാരി ഉടുക്കൂല കേട്ടോ, കുറച്ചൊന്നും കയറ്റി കൊടുത്തിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ലെയർ ഇടുമ്പോൾ അത് കാണത്തില്ല. അതൊരു ക്രിസ്മസിന് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അന്ന് ഉടുത്തിട്ട് പിന്നെ ഉടുത്തിട്ടില്ല. ഇതെന്താണ് ഇങ്ങനെ കയറ്റി വെക്കണേന്ന് ചോദിക്കോട്ടെ. 3 ലെയറായിട്ട് വെക്കണേന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ എനിക്ക് എല്ലാ സാരികളും എടുക്കാൻ പറ്റും. വട്ടം വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അങ്ങ് പോകും, 2 ലെയർ വെക്കാൻ പറ്റുള്ളൂ. ഇതാകുമ്പോൾ അവിടെ ഇരുന്നോളൂ. എനിക്ക് എല്ലാത്തിനും ഡാസിൽസ് ഒക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ചിലത് ഡാസിൽസ് നോക്കിയെടുക്കും, കളർ നോക്കിയിട്ട്. അപ്പം അങ്ങനെയാണ് കേട്ടോ ഇതിൽ ഫില്ല് ചെയ്യണത്. എല്ലാവരും പിരിക്കുന്നതാണ് ഇങ്ങനെ. അതൊക്കെ ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് കഴിഞ്ഞ മാക്സിമം സാരീസ് പൊള്ളിക്കണ്ടേ, കുറേ സാരി ഉണ്ട്. അപ്പച്ചേക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തുകൂടെയെന്ന് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന സാരി, അല്ലെങ്കിൽ എനിക്ക് ഓക്കെ അല്ല എന്ന് തോന്നുന്ന സാരി, പിന്നെ കുറച്ചധികം സാരീസ് ആയല്ലോ എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ കൊടുക്കും കേട്ടോ സാരി. ഈ സാരിക്ക് ഒരു കഥയുണ്ട്. ഈ സാരി ഉടുത്ത് സിൽവർ ലൈൻ ഹോസ്പിറ്റലിൽ അസിസ്റ്റന്റ് PR ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ്
അന്ന് വൈകുന്നേരമാണ് അന്നാമ്മ എൻ്റെ വയറ്റിലുണ്ടെന്ന് അറിയുന്നത്. പിന്നെ എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ യുവമാര് പറയോട്ടാ, സിബിച്ചനെയൊക്കെ ഞാൻ സാരി ഉടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. സിബിച്ചൻ പറയും ഒരുപാട് പേര് വണ്ണമുള്ളവർ സാരി ഉടുക്കണം കണ്ടിട്ടുണ്ട്. സാറാമ്മ നല്ല അടിപൊളിയായിട്ട് സാരി ഉടുക്കും. എല്ലാവരും സാരി ഉടുക്കാറുണ്ട്, പക്ഷെ സാറമ്മിച്ച് സാരി ഉടുക്കണതാണ് അതിന് പ്രത്യേക ഭംഗിയാണെന്ന് പറയും. കുറച്ച് വണ്ണമൊക്കെ വേണം പെണ്ണുങ്ങൾക്ക് സാരി ഉടുക്കാൻ എന്നൊക്കെ പറയും. പക്ഷെ എനിക്കതിലൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോ നീ മറ്റേ ഇതല്ലേടാ ആൾക്കാരെ അപമാനിക്കണല്ലേടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ പറയും അങ്ങനെയല്ല, വണ്ണമില്ലാത്തതും വണ്ണമുള്ളതും ഒന്നുമല്ല. പക്ഷെ ചില വണ്ണമുള്ള ആൾക്കാർ വലിച്ചു വാരി ഒരുമാതിരി വൃത്തികേടായിട്ട് ഉടുക്കും. ചില വണ്ണം കുറഞ്ഞവരും ഇത് തന്നെയാണ്. അപ്പൊ എന്നോട് ഇങ്ങനെ പറയും, നിനക്ക് ആവശ്യത്തിന് വണ്ണമുണ്ട്, ഈ വണ്ണത്തിൽ സാരി ഉടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്, സാരിയാണ് ഭയങ്കര ഭംഗി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര ഭയങ്കര ഷോപ്പിംഗ് ആണ്. സെയിം തന്നെ നമ്മുടെ സച്ചുമോനും അങ്ങനെ തന്നെ കേട്ടാ. ചേച്ചി സാരി ഉടുക്കുമ്പോൾ പ്രത്യേക ലുക്കാന്ന് പറയും. എല്ലാരും സാരി ഉടുക്കാറുണ്ട്, അപ്പൊ ഞാനും അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടായിരിക്കണം, ഭയങ്കര ഇഷ്ടമുള്ള വേഷമായതുകൊണ്ട് അതെന്റെ ഫേസിലും കാണും, അതുകൊണ്ടായിരിക്കണം അത്രയും ഭംഗിന്ന് തോന്നുന്നു. എന്നാലും എന്ത് ചെയ്യാനാടാ, വീട്ടിൽ തന്നെ സച്ചുമോനും നമ്മുടെ സിബിച്ചനൊക്കെ ആരാധകരാണ്. എനിക്കറിയുന്നവരൊക്കെ പറയോട്ടെ ചേച്ചി സാരി ഉടുക്കണം നല്ലതെന്ന് പറയോട്ടെ. അപ്പൊ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോ അവരൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയണ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉടുക്കും. ഞാൻ എല്ലാ വേഷം ഉപയോഗിക്കോട്ടെ, എല്ലാ സാധനവും, എല്ലാ മോഡലും. എനിക്ക് വണ്ണുണ്ട് ഇതുണ്ട് എന്നുള്ള എനിക്ക്, കാരണം എനിക്ക് പറ്റാത്തൊരു വണ്ണം ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര വണ്ണത്തിലേക്ക് പോകാറുമില്ല, ഒരു മീഡിയം വണ്ണത്തിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഒരുപാട് വയറില്ലല്ലോടാ, കുറച്ച് വയറ് വേണം, അല്ലെങ്കിൽ ഒട്ടി വലിഞ്ഞത് ഇങ്ങനെ ദാരിദ്ര്യം പിടിച്ചോണം ഉണങ്ങിയിട്ടൊക്കെ കാര്യമില്ലല്ലോ. ഉണങ്ങിയ ആൾക്കാരെ ഞാൻ വിഷമിപ്പിക്കണല്ല. നിങ്ങൾ സാരി ഉടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പിന്നെ വണ്ണമുള്ളവരെ ഞാൻ അപമാനിക്കുന്നില്ല, വണ്ണമുള്ളവരും ഉടുക്കേണ്ട ഡ്രസ്സ് ഉടുക്കേണ്ട പോലെ ഉടുത്താൽ കുഴപ്പമില്ല. അപ്പൊ ചേച്ചിക്ക് നീ ആര്, നിനക്ക് എല്ലാം ഇത് അങ്ങനെയൊന്നുമല്ല. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് മുഖ്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് എരപ്പാളി എന്ത് പറഞ്ഞാലും ഏൽക്കൂല. ചിലർ പറയും അയ്യോ തള്ള, പിന്നല്ലേ എല്ലാവരും തള്ളയാവൂല ഒരു കാലത്ത്, എല്ലാവരും തള്ളയും തന്തയൊക്കെ ആവും ഒരു കാലത്ത്. അത് മനസ്സിലാക്കാതെ തന്ത എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ സ്വയം നമ്മളിൽ ഒരു വിശ്വാസം വേണം, എന്നാൽ മാത്രമേ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. വൗ സെക്സി ലുക്ക് എന്നൊക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. ഇത് മഹേശ്വരി സിൽക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ മുന്താണിയൊക്കെ ഇങ്ങനെ വരുന്നതായിരുന്നു പണ്ടട്ടോ. പിന്നെ അതേ ഇങ്ങനെ ത്രെഡ് കസവ് വന്നത്, ഇതൊക്കെ ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്തിട്ട് വെച്ചേക്കണ കേട്ടോ. തീരാനയോ നടന്നാണെന്ന് തന്നെ കാല് കഴക്കാനായി. ഇത് ഫുള്ള് കൊള്ളുമെന്ന് അറിയത്തില്ല, കൊള്ളിക്കാം മാക്സിമം. അങ്ങനെ ഒരു കണക്കിന് ഫുള്ള് ചെയ്തിട്ടോ. ഇത് കാണുന്നവര് വിചാരിക്കും എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കും. ഫ്രെയിം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നോട്ടെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു. പക്ഷെ എനിക്ക് മാക്സിമം എങ്ങനെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്യണം. പിന്നെ എന്നാ മടക്കി തന്നെയാണ് കേട്ടോ ഇതിൽ വെച്ചേക്കുന്നത്. ഇതിൽ നിന്നൊക്കെ വലിച്ചെടുക്കോളൂ. പിന്നെ അപ്പുറത്തെ അലമാരിയിലും ബാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്ലൗസുകൾക്ക് മാത്രമായിട്ട് ഒരു അലമാരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാടാ. അയ്യോ എൻ്റെ നടുപോയി. ഇതിങ്ങനെ അടക്ക ലോക്ക് ചെയ്യുക. ഇതെന്താണെന്ന് അറിയാത്തത് കണ്ട ആ വാലൊക്കെ കിടക്കണം. ഇതിനൊക്കെ ഉള്ളിലേക്ക് ആക്കിയിട്ടൊക്കെ നമ്മൾ ഇനി ഇതട. പിന്നെയെന്ന് പറഞ്ഞാൽ സാരി എന്ന് പറയുന്നത് ഒരു സ്ത്രീകളുടെ ഒരു ഇഷ്ട ഡ്രസ്സാണ്. പലർക്കും അത് ഉടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനെ വെറുക്കുന്നത്. പക്ഷെ സാരി എന്ന് പറയുന്നത് ചൊറിയന്മാരുടെയും ഈ പറഞ്ഞ പുരുഷന്മാരുടെയും ഇഷ്ടവസ്ത്രമാണ്. സ്ത്രീകൾ എപ്പോഴും സാരി ഉടുത്ത് കാണാനായിട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുരുഷന്മാരിൽ. പക്ഷെ അതിൽ കുറേ ചൊറിയന്മാരുണ്ട്. അതിന് ആ ഒരു രീതിയിൽ കാണുന്നവരുണ്ട്, ആ രീതിയിൽ ഉടുക്കുന്നവർ ആ രീതിയിൽ കാണും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒന്ന് കാറ്റത്ത് പറന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിനെ വൃത്തികെട്ട രീതിയിൽ കാണുന്നവര് സ്വന്തം വീട്ടിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. കരിയും പുകയൊക്കെ പിടിച്ച് നമ്മളെ അടുക്കളയിലൊക്കെ കറങ്ങി നടക്കണ്ടാവും. നമ്മളെ എല്ലാം അമ്മ എന്ന് പറയും. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പം അങ്ങനെയുള്ള വൃത്തികേട് ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ കരിയും പുകയും പിടിച്ചിരിക്കുന്ന അവരെ ഒന്ന് പോയി സാരിയൊക്കെ മാറ്റി നോക്കുക. ഈ സാധനങ്ങളൊക്കെ അവിടെയും കാണാൻ പറ്റും. ഇത് ഞാനപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര മടി പിടിച്ചിരിക്കണായിരുന്നു എടുത്തൊക്കെ. അപ്പോൾ ഞാൻ വിളിച്ച് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ അത് ഉഷാറിൽ അങ്ങ് ചെയ്യും. അപ്പം ഇഷ്ടപ്പെടാതിരിക്കുകയോ
ഒക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. പക്ഷേ സാരി എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ കാണണോട്ടാ, ചുമ്മാ കണ്ടേക്ക്. പറയാൻ പറ്റില്ല, ഞാൻ ഈ ഫുൾ അലമാരി വല്ല ഗീവ് അവേ ഒക്കെ കൊടുക്കണെങ്കിലോ അല്ലേ. ബൈ ബൈ.